ഗൈസ്, അപ്പോൾ റിയാദിൽ നല്ല ഒടുക്കത്തെ തണുപ്പാണ്. ഏകദേശം 6 ഡിഗ്രി 5 ഡിഗ്രി ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നല്ല തണുപ്പത്ത് നമ്മളൊന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ പോകുന്നത് ഷവർമ ഹൗസാണ്. നമ്മൾ റിയാദിൻ്റെ ഏത് ഭാഗത്ത് പോയാലും നമുക്ക് ഇവരുടെ ഒരു ഷോപ്പ് കാണാം. അത് നല്ല തിരക്കാവും. ഇവിടെ നല്ല തിരക്കുണ്ട്. ഇതവരുടെ താഴത്തെ ഫ്ലോറാണ്. ഏകദേശം 3 ഫ്ലോർ ഉണ്ട് ഈ ഷോപ്പ്. ഫുഡ് ഓർഡർ ചെയ്യുന്നിടത്താണെങ്കിലും നല്ല തിരക്കാണ്. ഞാനും അംജും കൂടെയാണ് ഫുഡ് ഓർഡർ ചെയ്യാൻ വന്നിട്ടുള്ളത്. നമ്മൾ ഡയറ്റ് ആയതുകൊണ്ട് തന്നെ കലോറിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ അംജദ്. എന്തായാലും കുഴപ്പമില്ല. നമ്മള് ഗൈസ്, അവസാനം നമുക്ക് സീറ്റ് കിട്ടിയത് ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ പുറത്താണ്. നമ്മളൊരു ഫ്ലെയിമിനടുത്ത് ഇരിക്കാമെന്ന് വിചാരിച്ച്. നല്ല തിരക്കാണ് ഇവിടെ. ഏകദേശം 95 റിയാലാണ് നമ്മുടെ ബില്ലായത്. നമ്മൾ ഓർഡർ ചെയ്തത് ഒരു സ്പൈസി ബ്രോസ്റ്റും ഗ്രിൽഡ് ചിക്കനും കബാബും പിന്നെ 4 ജ്യൂസാണ്. ഏകദേശം 15-20 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഫുഡ് കിട്ടാൻ. അവസാനം ഫുഡ് പിക്ക് ചെയ്യാനുള്ള ഒരു അലാറം അടിച്ച് അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റി ഫുഡാണ് അവർ സെർവ് ചെയ്യുന്നത്. ഇതാണ് അവരുടെ ഗ്രിൽഡ് ചിക്കൻ, പിന്നെ അതുപോലെ തന്നെ കബാബും, പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ബ്രോസ്റ്റാണ്. ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവരുടെ അധിക കസ്റ്റമേഴ്സും ഫാമിലീസാണ്. നമുക്കിവിടെ എല്ലാ ഭാഷക്കാരെയും കാണാം അവരുടെ ഷോപ്പിൽ ചെന്നാൽ. ഇത് അവരുടെ ഒരു സ്പെഷ്യൽ റൊട്ടിയാണ്. ഇത് അസീസിയയിൽ ചെന്നപ്പോൾ മാത്രമാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവരുടെ ഷോപ്പിൽ ചെന്നാൽ എല്ലാ ഭാഷക്കാരെയും കാണാൻ പറ്റും. സിറിയൻസിനാണെങ്കിലും സൗദി ആണെങ്കിലും ഇന്ത്യക്കാരെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് കാണാൻ പറ്റും. അതുതന്നെയാണ് ഇവരുടെ സക്സസ് ഞാൻ വിചാരിക്കുന്നത്. നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റി ഫുഡ് അവർ സെർവ് ചെയ്യുന്നത്. എന്തായാലും ഫുഡൊക്കെ കൊള്ളായിരുന്നു. റിയാദിലുള്ളവരൊക്കെ ട്രൈ ഔട്ട് ചെയ്യുക. അപ്പോൾ വേറൊരു വ്ളോഗിൽ കാണാം. ബൈ ബൈ.